കാത്തോസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീനക്ക് കുർത്തി വെട്ടി വെച്ചിരുന്നു. അതുപോലെ മുത്ത് പിടിപ്പിച്ചൊരു ക്രോപ്പ് ടോപ്പിൻ്റെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഇന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പം കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പം വെട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ വീനക്ക് കുർത്തി വെട്ടിയത് നിവർത്തി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം ഇതുപോലെ സ്വല്പം ചരിച്ച് നമ്മൾ 1.5 ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് കുറച്ചിരിക്കുന്നത്. ഷോൾഡറിലോട്ട് 1.5 ഇഞ്ച് കൂട്ടിയാണ് വെട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ പടി വയ്ക്കണം. പടി വയ്ക്കുമ്പോഴേക്ക് അതൊരു 1.5 ഇഞ്ച് ആകുമ്പോൾ തയ്യൽ തുമ്പ് കൂടി വേണമല്ലോ. തയ്യൽ തുമ്പ് കൂടി പോകുമ്പോഴത്തേക്ക് നമുക്കൊരു 2 ഇഞ്ച് വെക്കാം. 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ 2 പീസ് എടുക്കുക. അപ്പോൾ ആദ്യം അത് നമുക്കൊന്ന് അടിച്ച് വെക്കാം. അത് പെട്ടെന്ന് അടിക്കാം. അടിച്ചിട്ട് നമുക്ക് അടുത്ത ബാക്കി പരിപാടിയിലേക്ക് കിടക്കാവേ. അപ്പോൾ ആദ്യമേ ഇത് അടിക്കട്ടെ. 2ആയിട്ട് മടക്കി കോളർ പോലെ നമുക്ക് അവിടെ വരുന്നതാണ്. അവിടെ അകത്ത് സ്റ്റിപ്പ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. പക്ഷേ സ്റ്റിപ്പൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയാവും. വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് വെറുതെ എങ്കിൽ മടക്കി അടിക്കാം. രണ്ട് വശവും നമുക്ക് മടക്കി അടിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഈ നടുക്ക് ഞുറിച്ചിലിടണം. ആ ഞുറിച്ചിലിട്ടിട്ട് വേണം ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ പടി ഇവിടെ പിടിപ്പിക്കാനായിട്ട്. ആദ്യം നമുക്ക് പടി അടിച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇവിടെ ചുരുക്കിടാം. ചുരുക്കിടുമ്പോൾ ഒത്തിരി അധികം ചുരുക്കായിട്ട് വേണ്ടല്ലോ. കുറച്ച് നമുക്ക് നെക്ക് വിട്ടും വേണം. അപ്പം ഇവിടെ ചെറുതായിട്ട് ഒരേ അളവിൽ 2 സൈഡിലും കിട്ടത്തക്ക വിധത്തിൽ മുറിച്ചിലിടുക. മുറിച്ചിലിടുമ്പോൾ നമുക്ക് ഭംഗിയിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് വേണം. പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു വൃത്തിക്ക് കിടക്കുകയല്ലോ മുറിച്ചിലിടുമ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ മുറിച്ചിൽ കിടക്കത്തക്ക വിധത്തിൽ ഒന്ന് പിടിച്ച് തന്നെ ഇടുക. ഇങ്ങനെ ഞാൻ മുറിച്ചിലൊന്ന് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ശകലം കൂടി ഒന്ന് ഇതായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒത്തിരി വീതി വേണ്ട, ചെറിയ വീതി മതി. ഒത്തിരി വീതി ആയെന്നാൽ ഒത്തിരി വീതി വേണ്ട, നമുക്ക് ചെറിയ വീതി മതി. ചെറിയ വീതിയിൽ ഇട്ടു. ഇപ്പോൾ ഇതെടുത്തിട്ട് ഒന്ന് അടിക്കുന്നതിന് മുമ്പൊന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ലോണം ഒന്നും കൂടെ ഇരിക്കും. ഇങ്ങനെ വെച്ചാൽ അടിച്ചിട്ട് നമ്മളവിടെ അടിച്ചു. അടുക്ക് അടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് പടി വയ്ക്കാം. പടി അടിച്ച് വെച്ചിരിക്കുന്ന പടിയെടുത്ത് നമ്മൾ വെട്ടുമ്പോൾ ഒരു ശകലം ചരിച്ച് ഈ പടി വെട്ടിയെടുക്കുകയാണെങ്കിൽ നേരെ വെട്ടുമ്പോഴത്തേക്ക് ഒരു ഇതായിട്ടിരിക്കും. ശകലം ഒന്ന് ചരിച്ച് പടി എടുക്കുകയാണെങ്കിൽ ഒരു ഇതായിട്ട് നിൽക്കും. ഇപ്പം ഞാൻ ശകലം ചരിച്ചാണ് എടുത്തേക്കുന്നത്.
മെഷീന് സൗണ്ട് കൂടുതലാണ്. വലിച്ചൊന്നും വയ്ക്കണ്ട, പതിയെ. പടി വലിച്ചു കഴിഞ്ഞാൽ വല്ലാതെ വലിഞ്ഞു പോകും. പടി വലിക്കണ്ട. നമുക്ക് നമ്മുടെ ഞുറിച്ചിലിൻ്റെ ആ ഭാഗം വരെ ഒന്ന് അടിച്ച് നിർത്താം. അതുപോലെ ഇപ്പുറത്തും അടിക്കാം. അപ്പം ഇവിടെ മാത്രം കാണിച്ചാൽ മതിയാകും, മുഴുവൻ തയ്ച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് നമുക്ക് ഇവിടെ മാത്രം തയ്ക്കുന്നത് കാണിച്ചിട്ട് നിർത്താമെന്ന് വെച്ചാണ്. വെറുതെ എന്തിനാ കുറേ സമയം വീഡിയോ വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സാധാരണയായിട്ട് തയ്ക്കുന്ന പോലെ തന്നെ പിടിപ്പിച്ച് പിന്നെ അടിക്കാവില്ല. ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു വെറൈറ്റി, ഞങ്ങൾക്ക് കൊച്ചിലെ തയ്യൽ പഠിച്ച സമയത്ത് ഞങ്ങളുടെ സിസ്റ്റർ തയ്പ്പിച്ച ഒരു ഉടുപ്പുണ്ട്. ആ ഉടുപ്പിൻ്റെ മോഡൽ അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് വെച്ചാണ്. അത് അന്നത് തയ്ക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പം ഒന്ന് തയ്ച്ചിടാമെന്ന് വെച്ചാണ്. അപ്പം അതിങ്ങനെ മനസ്സിലെവിടെയോ കിടപ്പുണ്ട്. അതൊന്ന് തയ്ച്ച് കാണിക്കണം എന്നാഗ്രഹമുണ്ട്. ഒന്ന് ശ്രമിച്ച് നോക്കാം വെച്ചാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മറിച്ചടിക്കാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കഴുത്തെല്ലാം മറിച്ചടിക്കുമല്ലോ, അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ പീസ് വയ്ക്കാം. പീസ് വയ്ക്കുമ്പോൾ നമുക്ക് ഇത് മടക്കി ഒരു പീസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മടക്കി ഒരു പീസ് ഇതുണ്ടോ, മടക്കി ഒരു പീസ് വെച്ചിരിക്കുക. അപ്പോൾ അത് നമുക്ക് കഴുത്ത് എത്ര വേണോ അവിടെയോട്ട് വേണം നമുക്ക് ആ പീസ് എടുത്ത് വയ്ക്കാനായിട്ട്. ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചതാണ്. ഇതുണ്ടോ, ഇങ്ങനൊരു പീസ് വയ്ക്കുക. ആ പീസിന് മുകളിലേക്ക് ഇതിങ്ങനെ വയ്ക്കുക. അപ്പോൾ നമുക്ക് കഴുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നമുക്കിവിടെ 6 മതി. അപ്പോൾ 6 ഇവിടെയുണ്ട്, ഈ സൈഡിൽ 6 ഉണ്ട്. അപ്പോൾ ആ 6 കിട്ടത്തക്ക വിധത്തിന്. പിന്നെ ഇവിടെ മേളിൽ ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് കഴുത്തകലം 6 കിട്ടത്തക്ക വിധത്തിൽ. നമുക്ക് കഴുത്തകലം എത്രയാണ് വേണ്ടതെന്ന് വെച്ചെന്നാൽ സാറിന് നമ്മൾ 3 അല്ലേ എടുക്കുന്നത്. 3 എടുക്കുമ്പോഴത്തേക്കിനും 6 6.5 2.25 ആണെങ്കിൽ നമുക്ക് 5.5 ആ ഒരു ഇത് വരും. ഇതിപ്പോൾ 6 ഉണ്ട് കഴുത്തകലം. 6 എന്ന് പറയുമ്പോൾ 3 വെച്ച് വരും. 3 ഇഞ്ചിൻ്റെ അകലം വരും. അപ്പം അവിടെ ആ പീസ് നമുക്ക് ആ പീസ് അവിടെയോട്ട് അടിച്ച് പിടിപ്പിക്കാം. അത് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് പിടിപ്പിക്കാം, അടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അളവ് വ്യത്യാസം വരും. കഴുത്തും മാറിപ്പോവും, കഴുത്തിൻ്റെ വിട്ട് മാറിപ്പോവും, ഇറക്കം മാറിപ്പോവും. അതിന് കറക്റ്റ് 6-ൽ വെച്ചു. ഇവിടെ വിട്ട് നോക്കി, വിട്ട് 6 അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. അടിക്കുമ്പോൾ ഇവിടെ മേളിൽ നിന്ന് തന്നെ അടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പകുതിയിൽ നിന്ന് വെച്ച് അടിക്കുമ്പോഴത്തേക്കിനും അത് വൃത്തികേട് കാണുമല്ലോ. അതിന് ഇങ്ങനെ അടിച്ച് താഴേക്ക് കൊണ്ടുപോരാം. അപ്പം ഇവിടെ വരുമ്പോൾ ആ കഴുത്തിൻ്റെ അവിടം കറക്റ്റ് കഴുത്തിൻ്റെ അവിടം തന്നെ ആക്കി വയ്ക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് ചുളുങ്ങിപ്പോയോ, ഇനിയുണ്ടോ, ശകലം ഒന്ന് മാറിപ്പോയി. അപ്പം അത് മാറാതെ അവിടെ തന്നെ 6 നേരെ താഴേക്ക് അടിച്ച് കൊണ്ടുവന്ന് അവിടെ മുട്ടിക്കാം. മുട്ടിച്ചാൽ പോരാ, അപ്പുറത്തോട്ട് അടിച്ചും കയറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചു. ഈ പനിയുറിച്ചിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ഇപ്പുറത്തോട്ട് അടിച്ച് ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ലേസ് വെക്കുകയൊക്കെ ചെയ്ത് ഭംഗി കൂട്ടാം കേട്ടോ. ഭംഗി കാണുന്നുണ്ടല്ലോ, വേറെ ലേസൊക്കെ വെച്ചുള്ള അത് നമുക്ക് യൂട്യൂബിനകത്ത് തന്നെ പലരുടെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ തിരിച്ച് വെച്ച് ഊരി വെച്ച്
വീണ്ടും അടിക്കുക. ഇപ്പോൾ നമ്മുടെ വീനക്ക് കുർത്തിയുടെ ഫ്രണ്ട് ഭാഗം ഓക്കെ ആയി. ഈ ബാക്ക് നമുക്ക് സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ ഷോൾഡർ അടിച്ച് കൈയും അടിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീനക്ക് കുർത്തി ഓക്കെ ആയി. വീനക്ക് കുർത്തിയുടെ ഫ്രണ്ട് വശം ഓക്കെ ആയി. ഇപ്പം അത് നോക്കിയിട്ട് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ആവശ്യമൊക്കെ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വേറെ ഒരു ഉടുപ്പൂടി ഞാൻ കാണിച്ചിരുന്നു, ഒരു മുത്ത് വെച്ച ഉടുപ്പ്. അതും ഈ കൂടെ മുത്ത് മുഴുവനും വെച്ച് ഫില്ല് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതും ഇതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ അതിൻ്റെ ബാലൻസും കൂടി അതും കൂടി ചെയ്തത് കാണിക്കാം. ഇതിപ്പോൾ നമുക്ക് കുർത്തിയുടെ ഇത് പിന്നെ അടുത്ത അന്ന് ചെയ്ത ഉടുപ്പിൻ്റെ മുത്ത് പിടിപ്പിച്ചതാണിത്. ഇതുണ്ടോ, ഇത് നമ്മൾ മുത്ത് പിടിപ്പിച്ച് വരുമ്പോൾ ഇതുപോലെ ഇരിക്കാം. ഇത് ചെറിയ പിള്ളേരുടെ ഉടുപ്പാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ചെറിയ പിള്ളേരുടെ ഉടുപ്പിൻ്റെ അളവ് കിട്ടിയതാണ്. ഇനിയിപ്പോൾ ഇതിന് ബാക്കി താഴേക്കും ഇതുമൊക്കെ വെച്ച് ഇതായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും. അപ്പം കണ്ടോ, നല്ല ഭംഗി തോന്നുന്നില്ലേ? കാണാൻ പറ്റുമല്ലോ, ഉണ്ടോ? നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇതുപോലെ ഉടുപ്പൊക്കെ ഇനി ഓണത്തിന് തയ്ച്ചാൽ എന്തായാലും ചിലവാകും. കൊച്ചു പിള്ളേർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ചിലവാകും. ഇത് ഇങ്ങനെ അങ്ങനെ 4 നൂലിലാണ് നമ്മൾ ഇത് തയ്ക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ പിടിച്ച് വരച്ചാൽ ഒന്നും പോരത്തില്ല. എന്നാൽ മേളിൽ നിന്ന് ഒറ്റ നൂലിൽ വന്നിട്ട് താഴെ വരെ ഒറ്റ നൂലിൽ നിൽക്കുമല്ലേ. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ തയ്ച്ച് വെക്കുന്നതിൻ്റെ നൂലിൻ്റെ മേളിൽ കൂടെ അടിപ്പ് വരും. നമ്മുടെ പാവാടയോ അല്ലെങ്കിൽ താഴേക്ക് ഉടുപ്പോ പിടിപ്പിക്കുമ്പോൾ. അപ്പം അങ്ങനെ പറിച്ചാലിട്ട് പോരത്തുമില്ല. അതിനാണ് ഒരു 3-4 ലെയർ നൂലിട്ടിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ മാക്സിമം വലിച്ചാലും പോരത്തില്ല. ആ ഒറ്റൊരു വലിപ്പ് വലിച്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ. എന്നാലും ഒറ്റ നൂലിൽ ലാസ്റ്റത്തെ ആ ഒരു കെട്ടും ഒക്കെ വരുമ്പോഴത്തേക്കിനും ഊരിപ്പോരത്തില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ, ബൈ.